ധ്രുവം. ആമി. എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരുന്ന ആമി പെട്ടെന്നുള്ള അവൻ്റെ വിളി കേട്ടതും ഞെട്ടി മുന്നോട്ട് നോക്കിയപ്പോൾ മുന്നിൽ നിൽക്കുന്ന സിദ്ധുവിനെ കണ്ടു. ഒരു വെപ്രാളത്തോടെ ആമി അവനെ നോക്കി. എന്താ സിദ്ധുവേട്ടാ, എന്തെങ്കിലും വേണോ? ഒന്നും വേണ്ട, താൻ ഇവിടെ ഇരിക്കുക, എനിക്ക് കുറിച്ച് സംസാരിക്കണം. അവൻ പറയുന്ന കേട്ടതും അവൾ അവിടെ തന്നെ ഇരുന്നു. എന്നിട്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ എന്താണ് പറയാനുള്ളതെന്ന് അറിയുവാൻ അവൾക്ക് വല്ലാത്തൊരു ആകാംക്ഷ തോന്നി. തനിക്ക് ഈ കല്യാണത്തിന് ഓക്കെ അല്ലേ? എന്തുണ്ടേലും താൻ പറയണം കേട്ടോ, സിത്തു ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അവളോടായി പറഞ്ഞു. അവൻ്റെ ചോദ്യം കേട്ടതും ആമി അവൻ്റെ മുഖത്ത് നോക്കി. എന്നിട്ട് മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് അവനോടായി പറഞ്ഞു, സത്യത്തിൽ എനിക്ക് ആരോടും ഇതുവരെ ഒരു ഇഷ്ടവും തോന്നിയിട്ടില്ല. സ്കൂളും കോളേജും ഒക്കെ പഠിക്കുമ്പോൾ ഒരുപാട് പ്രൊപ്പോസൽസ് വന്നിട്ടുണ്ട്. പക്ഷേ അവരോട് ആരോടും എനിക്കൊരു ഫീലിങ്സ് ഉണ്ടായിട്ടില്ല. പക്ഷേ ഏട്ടനെ കണ്ടപ്പോൾ എനിക്ക് സത്യം പറയാമല്ലോ, എന്തോ ഒരു ഇഷ്ടം പോലെ തോന്നി. അതുപോലെ എനിക്ക് ദേവച്ചനെയും അമ്മയും സിദ്ധിയുമൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ വേറെ ആരാണേലും ഞാൻ ഇത്ര കംഫർട്ടായിട്ട് സംസാരിക്കില്ല. അവർ രണ്ടുപേരും എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയും പോലെ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഓക്കെയാണ്, അതോർത്ത് പേടിക്കണ്ട. ഇനി ഏട്ടൻ എന്തേലും ഉണ്ടെങ്കിൽ പറയണം. ഓ, എനിക്കിപ്പോഴാണ് സമാധാനമായത്. പിന്നെ എനിക്കൊരു പ്രശ്നവുമില്ല. ആദ്യമായിട്ട് എൻ്റെ ചങ്കിൽ കയറിക്കൂടിയ ആളല്ലേ, അപ്പോൾ ഞാൻ നിന്നെ വിട്ടുകളയോ? സിത്തു പറഞ്ഞതും ആമി മനസ്സിലാവാത്ത രീതിയിൽ അവനെ നോക്കി. അതൊക്കെ ഞാൻ പറയാം, കല്യാണം കഴിഞ്ഞ് എല്ലാം പറഞ്ഞു തരാം. താൻ മണിമംഗലം വീട്ടിലേക്ക് വരുമ്പോൾ അതുവരെ ഈ കുഞ്ഞിത്തല ഇങ്ങനെ പുകയ്ക്കേണ്ട കേട്ടോ. എന്താണ് രണ്ടുപേരും കൂടി പരിപാടി? അങ്ങോട്ടേക്ക് വന്നുകൊണ്ട് സിത്തി അവരോടായി ചോദിച്ചു. അത് ഞങ്ങൾ തമ്മിലുള്ളതാണ്, തൽക്കാലം നീ അറിയണ്ട. സിത്തു അവളെ ഒന്ന് കണ്ണിറക്കി കാണിച്ചു. ഓ, അല്ലേലും ഞാൻ ഇയാളോടൊന്നും പറയാൻ വരുന്നില്ല, എൻ്റെ ഏട്ടത്തിയോട് പറയാമെന്നതാണ്. അവൾ സിത്തുവിനെ നോക്കിയൊന്ന് പുച്ഛിച്ചുകൊണ്ട് അമ്മുവിൻ്റെ നേർക്ക് തിരിഞ്ഞു. ഏട്ടത്തി, എൻഗേജ്മെൻ്റ് അടുത്തില്ലേ, അപ്പോൾ ഡ്രസ്സിൻ്റെയൊക്കെ കാര്യം നോക്കണ്ടേ? ഏത് ഡ്രസ്സിനോടാണ് താല്പര്യം? എനിക്ക് ലെഹങ്കയൊന്നും വേണ്ട, അതൊക്കെ ഇട്ട് നടക്കാൻ വല്ലാത്ത പാടാണ്. സാരി എന്തെങ്കിലും നോക്കാം, അത് നല്ലതാ. അതാവുമ്പോൾ വലിയ ബുദ്ധിമുട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ കോളേജിലും സാരിയല്ലേ ഉടുക്കുന്നേ? സിത്തിയുടെ ചോദ്യം കേട്ടതും അമ്മ അവളോടായി പറഞ്ഞു. അവർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും അച്ചുവും അവിടേക്ക് വന്നു. അതാണ് നല്ലത്, സിമ്പിളായിട്ടല്ലേ ഫംഗ്ഷൻ നടത്തുന്നത്, അതുകൊണ്ട് അങ്ങനെ മതി. ഏട്ടാ, എന്നത്തേക്കാണ് ഡ്രസ്സ് എടുക്കാൻ പോന്നേ? അമ്മുവിനോട് പറയുന്ന കൂട്ടത്തിൽ സിത്തുവിനോടായി ചോദിച്ചു. അത് നമുക്ക് മറ്റന്നാൾ പോകാം. അച്ഛന്മാർ രണ്ടും പറഞ്ഞത് നിങ്ങൾ പോയി എടുത്തോളാനാ, അവർ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിക്കോളാന്ന്. സിത്തിയുടെ ചോദ്യം കേട്ടതും അച്ചു അവരോടായി പറഞ്ഞു. എന്നാൽ അത് മതി, ഡ്രസ്സ്, റിങ് എല്ലാം അന്ന് തന്നെ നമുക്ക് എടുക്കാം. അവർ പിന്നെയും ഓരോ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു. ഏകദേശം വൈകുന്നേരം ആയപ്പോഴാണ് സിദ്ധുവൊക്കെ തിരികെ പോയത്. ചായക്കുടി കഴിഞ്ഞാണ് അവർ ഇറങ്ങിയത്. അത്രയും നേരം കൊണ്ട് സിത്തുവുമായിട്ട് അമ്മു നന്നായി അടുത്തിരുന്നു. അത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞ സന്തോഷം കൊണ്ട് അവൻ്റെ മനസ്സ് നിറഞ്ഞു. തൻ്റെ വർഷങ്ങളായിട്ടുള്ള പ്രണയമാണ് അത് സഫലമാകാൻ പോകുന്നത്. രാത്രിയിൽ നിദ്രയിലാകുമ്പോൾ പോലും രണ്ടുപേരുടെ അതിർത്തിൽ മനോഹരമായ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. തങ്ങളുടെ പാതിയെ ഓർത്ത് പിറ്റേ ദിവസം പതിവ് പോലെ തന്നെ ആരുവിൻ്റെ കൂടെ അമ്മു കോളേജിൽ പോയി. അവിടെ ചെന്നപ്പോൾ സിത്തുവിനെയും കണ്ടു. ആരുവിനെ സിത്തുവിന് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. സിത്തുവിനോട് കുറച്ചു നേരം സംസാരിച്ച ശേഷമാണ് അവർ സ്റ്റാഫ് റൂമിലേക്ക് പോയത്. അവിടെ ചെന്നപ്പോഴാണ് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ പുതിയ സ്റ്റാഫ് ജോയിൻ ചെയ്തത്. പേര് ഹരി പത്മനാഭൻ. എല്ലാവരെയും പരിചയപ്പെടുന്ന കൂട്ടത്തിൽ അമ്മുവിനെയും ആരുവിനെയും പരിചയപ്പെട്ടു. എന്നാൽ അമ്മുവിനെ കണ്ട മാത്രമേ ഹരിയുടെ കണ്ണുകൾ ഒന്നു വിടർന്നു. അമ്മു ആരുവൊന്നും ഇത് ശ്രദ്ധിച്ചില്ലായിരുന്നു. അവർ ഒരു ചിരിയോടെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോഴേക്കും ഫസ്റ്റ് അവർ ബെല്ലടിച്ചപ്പോൾ അവർ ക്ലാസ് റൂമിലേക്ക് പോയി. അമ്മുവിന് ഫസ്റ്റ് അവർ സിദ്ധിയുടെ ക്ലാസ്സായിരുന്നു. അമ്മുവിൻ്റെ പേപ്പർ ജാവയായിരുന്നു. BC ആണ് സിദ്ധി എടുത്തത്. അവരുടെ ക്ലാസ് ട്യൂട്ടർ കൂടിയാണ് അമ്മു. ജാവ ഇത്തിരി ടഫ് പേപ്പറാണേലും അമ്മു അവർക്ക് എളുപ്പമുള്ള രീതിയിലാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് കുട്ടികളെല്ലാം ക്ലാസ്സിൽ ശ്രദ്ധിച്ചു തന്നെ ഇരിക്കും. ആ ദിവസം വലിയ മാറ്റമൊന്നുമില്ലാതെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു. വൈകുന്നേരം സിദ്ധിയെ കൊണ്ടുപോകാൻ സിത്തു എത്തി. എന്നാൽ ഗ്രൗണ്ടിൽ നിൽക്കുന്ന എല്ലാ ആളുകളുടെയും കണ്ണുകൾ സിത്തുവിലായിരുന്നു. എന്നാൽ സിത്തു ഇതൊന്നും ശ്രദ്ധിക്കാതെ ഫോൺ നോക്കി വരുവാണ്. ക്ലാസ് കഴിഞ്ഞ് സിദ്ധി താഴോട്ടിറങ്ങി വന്നപ്പോൾ കൂടെ അമ്മുവും ആരുവും ഉണ്ടായിരുന്നു. അപ്പോഴാണ്
ഗ്രൗണ്ടിൽ നിൽക്കുന്ന സിദ്ധുവിനെ കണ്ടത്. എടുത്തി, ദേ ഏട്ടൻ വന്നിട്ടുണ്ട്. സിദ്ധി ഗ്രൗണ്ടിലേക്ക് നോക്കിക്കൊണ്ട് അമ്മുവിനോടായി പറഞ്ഞു. അപ്പോഴാണ് അമ്മുവും സിദ്ധുവിനെ കാണുന്നത്. അവർ മൂവരും ഒരു ചിരിയോടെ സിദ്ധുവിൻ്റെ അടുത്തേക്ക് പോയി. എന്നാൽ ദൂരെ നിന്നേ അവർ വരുന്നത് കണ്ട് സിദ്ധുവിൻ്റെ ചൊടിയിലും ഒരു ചിരി വിരിഞ്ഞു. അവൻ്റെ ആമിക്ക് മാത്രം അവകാശപ്പെട്ട ചിരി. ഏട്ടൻ എന്തിനാ വന്നേ? ലച്ചു സംശയത്തോടെ സിദ്ധുവിനോട് ചോദിച്ചു. ഇവിടെ അടുത്തൊരാളെ കാണാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കോളേജിൽ വരേണ്ട ആവശ്യവുമുണ്ട്. കോളേജ് ഫെസ്റ്റിനെ പറ്റി സംസാരിക്കാൻ പ്രിൻസിപ്പൽ വിളിച്ചായിരുന്നു. ആമി, ഞാൻ അച്ചുവിനോട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നാളെ രാവിലെ ഇറങ്ങാമെന്ന്. ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്നോളാം. ആരും നാളെ കാണില്ലേ? ആദ്യം സിദ്ധിയോടും പിന്നെ ആമിയോടുമായി സിദ്ധു പറഞ്ഞു. ഒടുവിൽ ആരുവിനെ നോക്കി ഒരു സംശയത്തോടെ ചോദിച്ചോ, വരൂ ഏട്ടാ, നമ്മൾ മാത്രമേ ഉള്ളൂ. അച്ഛനമ്മമാരാരും കാണില്ലല്ലേ? അമ്മ ഒരു സംശയത്തോടെ അവനോടായി വീണ്ടും ചോദിച്ചു. ഇല്ലടോ, നമ്മളും പിന്നെ സഞ്ജുവും കൂടെ കാണും. പിന്നെ ഔട്ട്ഫിറ്റ് ഏകദേശം നമ്മൾ നോക്കി വെച്ചിട്ടുള്ളത് കൊണ്ട് സമയമൊന്നും പോകില്ല. ആ മോഡൽ നോക്കി എടുക്കാമല്ലോ. അങ്ങനെ അവർ ഓരോന്ന് സംസാരിച്ചിരുന്നു. എന്നാൽ ഇതൊക്കെ കണ്ട് ടീച്ചേഴ്സ് സ്റ്റുഡൻസ് ഒരുപോലെ അവരെ നോക്കുന്നുണ്ടായിരുന്നു. എന്നാൽ സിദ്ധുവിനോട് ചേർന്ന് നിന്ന് സംസാരിക്കുന്ന അമ്മുവിനെ കണ്ടതും ഒരു ജോഡി കണ്ണുകൾ സംശയത്താൽ ഒന്ന് ചുരുങ്ങി. ആ അമ്മുവിനോടുള്ള പകയായിരുന്നതിൽ. പിറ്റേ ദിവസം പറഞ്ഞ പോലെ തന്നെ എല്ലാവരും രാവിലെ ഡ്രസ്സ് എടുക്കാൻ തയ്യാറായി വന്നു. സഞ്ജു വന്നപ്പോൾ സിത്തുവും അനുജത്തിയും അച്ഛനോടും അമ്മയോടും യാത്ര പറഞ്ഞിറങ്ങി. അവർ നേരെ പോയത് SD ടെക്സ്റ്റൈൽസ് എന്ന നെയ്ത്ത് ശാലയിലാണ്. അമ്മുവിന് സിമ്പിളായിട്ട് വരുന്ന ഒരു സെറ്റ് മുണ്ട് ചെയ്യിപ്പിച്ചു. അവിടെ നിന്ന് നേരെ ടെക്സ്റ്റൈൽസിൽ ചെന്നു. ബാക്കിയുള്ളവർക്ക് കൂടി ഡ്രസ്സ് എടുത്തു. സിത്തു അമ്മുവിൻ്റെ ബ്ലൗസിന് മാച്ചായ കുർത്തിയാണ് എടുത്തത്. ടെക്സ്റ്റൈൽസിൽ തന്നെയുള്ള ഒരു ഡിസൈനറുടെ കയ്യിൽ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തത്. അധികം വർക്കൊന്നുമില്ലാത്ത എന്നാൽ കാണാനൊരു ഭംഗി തോന്നുന്ന രീതിയിൽ ആ ബ്ലൗസ് ചെയ്തു തരാൻ പറഞ്ഞു. ആരും ലച്ചു ധാവണിയാണ് എടുത്തത്. അമ്മമാർക്കെല്ലാം ഒരുപോലത്തെ കളർ എന്നാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സാരിയാണ് എടുത്തത്. അതേ കളർ വരുന്ന ഷർട്ടാണ് അച്ഛന്മാർക്ക് എടുത്തത്. അച്ചുവും സഞ്ജുവും രണ്ടുപേരും സെയിം കളർ ഷർട്ടും ഒരേ കരയുള്ള മുണ്ടുമാണ് എടുത്തത്. അവിടെ നിന്ന് നേരെ അവർ ജ്വല്ലറിയിലേക്കാണ് പോയത്. എൻഗേജ്മെൻറ്റ് റിങ്ങായിട്ട് പ്ലാറ്റിനം റിങ്, കൂടാതെ അമ്മൂനിടാനായിട്ട് ടെമ്പിൾ വർക്ക് വരുന്ന മാലയും അതിന് ചേരുന്ന കമ്മലും വളയും എടുത്തു. കൂടെ ലച്ചുവിനും ആരുവിനും വേണ്ടി എടുത്തു. അവിടെ നിന്നും ഇറങ്ങി അവർ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. ഫുഡ് അടിയെല്ലാം കഴിഞ്ഞ് അവർ നേരെ അമ്മുവിൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ കുറേ നേരം ഇരുന്നിട്ടാണ് അവർ തിരിച്ചു പോയത്. പിന്നെയും ദിവസങ്ങൾ കടന്നുപോയി. നിശ്ചയത്തിന് ഇനി വെറും 4 ദിവസം മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം ഏകദേശം കഴിയാറായി. എന്നത്തെയും പോലെ അമ്മു ആരുവിൻ്റെ കൂടെ കോളേജിലേക്ക് വന്നു. അതേസമയം ലച്ചുവിനെ കൊണ്ട് സിദ്ധു അവിടേക്ക് വന്നു. കൂടെ സഞ്ജുവും ഉണ്ടായിരുന്നു. എന്തായിട്ടാ രാവിലെ തന്നെ കോളേജിലേക്കൊരു വിസിറ്റ്? ആരും അവനെ നോക്കി ഒരു കളിയാക്കി ചിരിയോടെ ചോദിച്ചു. അതെല്ലാ മാസവും ഇവിടുത്തെ ഓരോ കാര്യവും നോക്കും. അതിന് വന്നതാണ്. എൻഗേജ്മെൻറ്റ് തിരക്കായതുകൊണ്ട് അതിന് പറ്റിയില്ല. അതുകൊണ്ട് ഓഫീസ് കാര്യങ്ങളെല്ലാം ഒതുക്കി വെച്ചിട്ട് വന്നതാണ്. ഇതും കൂടെ കഴിഞ്ഞാൽ ഇനി ഫ്രീ ആണ്. നിങ്ങൾ ഇന്നോട്ട് ലീവല്ലേ? സിദ്ധു ആരുവിൻ്റെ ചോദ്യം കേട്ടതും അവളെ നോക്കി. അതെ ഏട്ടാ. സഞ്ജു, നീ അക്കൗണ്ട്സിൻ്റെ കാര്യങ്ങൾ നോക്ക്, ഞാൻ ക്യാബിനിൽ കാണും. ആമി, നീ എൻ്റെ കൂടെ വാ. അതും പറഞ്ഞ് സിദ്ധു അവരോടെല്ലാം പറഞ്ഞിട്ട് അവളുടെ കൈയും പിടിച്ച് ക്യാബിനിലേക്ക് പോയി. ലച്ചു ക്ലാസ്സിലേക്കും ആരു സഞ്ജുവിൻ്റെ കൂടെ ഓഫീസിലേക്കും പോയി. എന്നാൽ ഇതേ സമയം അവർ പോകുന്നത് നോക്കി ഒരുവൾ പകയോടെ നിന്നു. എൻ്റെ മീനു, നീ ഇങ്ങനെ നോക്കി നിൽക്കാതെ നിൻ്റെ ഇഷ്ടം അയാളോട് പറയാൻ നോക്ക്. ഇല്ലെങ്കിലേ അയാളെ കൈവിട്ടു പോകും. അതുമല്ല, ആത്മിക അവരുടെ ഫാമിലി ഫ്രണ്ട് കൂടിയാണ്. സിദ്ധാർത്ഥ സാറിന് ആരോടും ഇല്ലാത്തൊരടുപ്പമാണ് അവളോട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പറയാൻ നോക്ക്. ഇല്ല രേവതി, അയാളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ഇവിടെ കയറിയപ്പോൾ തൊട്ട് തുടങ്ങിയ ഇഷ്ടമാണ് എനിക്ക്. പിന്നെ അയാളുടെ കോടിക്കണക്കിനുള്ള സ്വത്തിനോടും. അവൾക്കെന്നല്ല, ആർക്കും ഞാൻ അയാളെ വിട്ടുകൊടുക്കില്ല. വീട്ടുകാർ വഴി ഒരു പ്രൊപ്പോസൽ ഇന്ന് അയാളുടെ വീട്ടിലെത്തും. അപ്പോഴവർ സമ്മതിക്കും. നീ വാ, നമുക്ക് പോകാം. എന്നാൽ പിന്നെ അതാ നല്ലത്. വീട്ടുകാർ സമ്മതിച്ചാൽ അയാൾ നോ പറയില്ല. ഇത് മീനാക്ഷി രവീന്ദ്രൻ, കോൺട്രാക്ടർ രവീന്ദ്രൻ, ഭാര്യ വനജ എന്നിവരുടെ ഏക മകളാണ് മീനാക്ഷി. ഈ കോളേജിൽ ജോയിൻ ചെയ്തത് തന്നെ സിദ്ധാർത്ഥിനെ സ്വന്തമാക്കാൻ വേണ്ടിയാണ്.
അതുകൊണ്ടൊരു പ്രൊപ്പോസലായിട്ട് വീട്ടുകാരെ പറഞ്ഞു വിട്ടു. ഏകദേശം ഉച്ച സമയം സിത്തു ഒരു സ്റ്റാഫ് മീറ്റിംഗ് വെച്ചു. അതിൽ കോളേജ്, പുതിയ ബ്ലോക്ക് എന്നിവയെക്കുറിച്ചൊക്കെ സംസാരിച്ചു. പിന്നെ ഫൈനൽ ഇയേഴ്സ് റിക്രൂട്ടിംഗ് പ്രോസസ്സ്, കോളേജ് ഫെസ്റ്റ്, അതിനെപ്പറ്റിയൊക്കെ ചർച്ച നടന്നു. ടീച്ചേഴ്സ് അഭിപ്രായം എല്ലാം കേട്ടു. സിത്തു ശ്രദ്ധയോടെ എല്ലാം വിശദീകരിക്കുകയാണ്. പിന്നെ കോളേജിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നതിനെപ്പറ്റി ഓരോരുത്തരും അഭിപ്രായം പറഞ്ഞു. എല്ലാം കഴിഞ്ഞ് മീറ്റിംഗ് അവസാനമാകാറായപ്പോൾ സിത്തു ഒരു കാര്യം പറയാനുണ്ടെന്ന് എല്ലാവരോടും പറഞ്ഞു. എനിക്ക് നിങ്ങളോടെല്ലാം ഒരു സന്തോഷവാർത്ത പറയാനുണ്ട്. വേറെയൊന്നുമല്ല, ഈ ഞായറാഴ്ച എൻ്റെ വിവാഹ നിശ്ചയമാണ്. വധു ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ്. നിശ്ചയം ഫാമിലി മെമ്പേഴ്സും വളരെ അടുത്ത സുഹൃത്തുക്കളും മാത്രമേ ഉള്ളൂ. വിവാഹത്തിന് എല്ലാവരെയും വിളിക്കുന്നതായിരിക്കും. അതിപ്പോൾ റിവീൽ ചെയ്യാൻ കാരണം ഒരുപാട് റൂമർസ് എന്നെപ്പറ്റി പറയുന്നത് കേട്ടു. അതുകൊണ്ടാണ്. ആരാണ് സാർ വധു? പ്രിൻസിപ്പൽ ഒരു ചിരിയോടെ സിത്തുവിനോട് ചോദിച്ചു. എല്ലാവരും അതറിയാനെന്ന പോലെ സിത്തുവിൻ്റെ മുഖത്ത് നോക്കി. അവനൊരു ചിരിയോടെ ആമിയോട് അടുത്തോട്ട് വരാൻ ആവശ്യപ്പെട്ടു. അവൾ ഒരു ചിരിയോടെ അവൻ്റെ അടുത്തേക്ക് വന്നു. എല്ലാവരും അത്ഭുതത്തോടെ നോക്കിയിരുന്നു. സിത്തു അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതാണ് എൻ്റെ പാതി ആത്മിക. ഈ വരുന്ന സൺഡേയാണ് നിശ്ചയം. 6 മാസത്തിനുള്ളിൽ വിവാഹം ഉണ്ടാകും. അവനൊരു ചിരിയോടെ പറഞ്ഞു. എല്ലാവരും അവനെ വിഷ് ചെയ്തു. എന്നാൽ മീനു ആകെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ഇനി തൻ്റെ പ്ലാനൊന്നും നടക്കില്ലെന്ന് അവൾക്ക് മനസ്സിലായി. എന്നാൽ അവൾക്ക് ആമിയോട് അതിയായ ദേഷ്യം തോന്നി. എന്നാൽ ഹരി തന്നിൽ ഉടനെടുത്ത ആമിയോടുള്ള സ്നേഹം അപ്പോൾ തന്നെ മറവിക്ക് വിട്ടുകൊടുത്ത് ഒരു ചിരിയോടെ അവരെ വിഷ് ചെയ്തു. തിരികെ വീട്ടിലേക്ക് വന്ന മീനു തൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മുഖഭാവത്തിൽ നിന്നും മനസ്സിലാക്കി അവർ ഈ വിവരം അറിഞ്ഞുവെന്ന്. രവി എങ്ങനെ തൻ്റെ മോളോട് ഈ കാര്യം പറയുമെന്ന് ആകെ ആശങ്കപ്പെട്ടിരിക്കുകയാണ്. കാരണം കുഞ്ഞുനാൾ മുതൽ ആഗ്രഹിച്ചത് വേണമെന്ന് ഒരുപാട് വാശി പിടിക്കുന്ന ആളാണ്. അവളത് നേടിയെടുക്കുന്നത് വരെ വാശി പിടിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ അവളുടെ വാശിയാണ് സിദ്ധാർത്ഥ്. അവനെ കിട്ടില്ലെന്നറിഞ്ഞാൽ എങ്ങനെ അവൾ പ്രതികരിക്കുമെന്നോർത്ത് അയാൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പോയ കാര്യം നടന്നില്ലല്ലേ? അവൾ യാതൊരു ഭാവഭേദവുമില്ലാതെ അയാളോട് ചോദിച്ചു. മോളെ, അത് അവൻ്റെ നിശ്ചയമാണ് ഈ സൺഡേ. അറിഞ്ഞച്ചാ, ഇന്ന് കോളേജിൽ ക്ഷണമുണ്ടായിരുന്നു. എന്താ മോളെ നിൻ്റെ മനസ്സിൽ? അയാൾ ഒരുതരം ഭയത്തോടെ ചോദിച്ചു. നിശ്ചയമല്ലേ, അത് നടക്കട്ടെ. പക്ഷേ അവൻ്റെ താലി വീഴുന്നത് എൻ്റെ കഴുത്തിലായിരിക്കും. അച്ഛൻ എൻ്റെ കൂടെ നിൽക്കില്ലേ? അവളുടെ സംസാരം കേട്ട് അയാൾക്കൊരു ഭയം തോന്നി. എന്നാൽ അടുത്ത നിമിഷം സിദ്ധാർത്ഥിൻ്റെ ആസ്തി ആലോചിച്ചതും അയാളുടെ കണ്ണുകൾ വിടർന്നു. അവൻ തൻ്റെ മരുമകനായാൽ അത് തനിക്ക് ലാഭം മാത്രമേ ഉണ്ടാകുള്ളൂ എന്നോർത്തതും അയാൾ തൻ്റെ മകളെ നോക്കി. തൻ്റെ മറുപടിക്കായി കാത്തിരിക്കുകയാണ് അയാൾ ഒരു ചിരിയോടെ പറഞ്ഞു. മോളുടെ ആഗ്രഹം എന്തേലും അച്ഛൻ എതിർത്തിട്ടുണ്ടോ? ഇതിനും മോളുടെ കൂടെ അച്ഛനുണ്ടാകും, എന്തിനും. അയാൾ ഒരു ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അന്നേരം രണ്ടുപേരുടെയും ചൊടിയിൽ ഗൂഢമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു. രാത്രി ഡിന്നറെല്ലാം കഴിഞ്ഞ് സിത്തുവിനോട് ഗാർഡനിലേക്ക് വരാൻ പറഞ്ഞു ദേവൻ. അതുകൊണ്ടവൻ അച്ഛൻ്റെ അടുത്തായിട്ട് അവിടെ സെറ്റ് ചെയ്ത സ്റ്റോൺ ബെഞ്ചിൽ ഇരിക്കുകയാണ്. എന്നാൽ ഇരുന്നിട്ട് ഇത്രയും നേരമായിട്ടും അച്ഛൻ യാതൊന്നും പറയാതെ അവൻ അച്ഛനെ സംശയത്തോടെ നോക്കി. എന്താ അച്ഛാ? എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരിക്കുവാണോ? എടാ, ഞാൻ നിന്നോട് പറയണമെന്ന് പറഞ്ഞത് വേറൊന്നുമല്ല. ഇന്നിവിടെ കോൺട്രാക്ടർ രവീന്ദ്രൻ വന്നിരുന്നു. എന്തിന്? അവനൊരു സംശയത്തോടെ ചോദിച്ചു. എടാ, അയാളുടെ മോൾക്ക് നിന്നെ ആലോചിക്കാൻ വേണ്ടി. ഓ, അതിനായിരുന്നോ? അതിനെന്തിനാ ഇങ്ങനെ ടെൻഷനാവുന്നേ? എടാ, അതല്ല. അയാൾ എനിക്ക് നന്നായി അറിയാം. അയാൾക്കുള്ളത് ഒറ്റ മോളാണ്. അവൾ നമ്മുടെ കോളേജിൽ ലെക്ചറാണ്. നിനക്ക് അറിയാൻ വഴി കാണുമായിരിക്കും. മീനാക്ഷി രവീന്ദ്രൻ, അതാണ് പേര്. അവളുടെ എന്താഗ്രഹത്തിനും അയാൾ കൂട്ടു നിൽക്കും. അതിപ്പോൾ ബിസിനസ് ആണേലും അയാൾക്കൊത്തിരി ഇല്ലീഗൽ ബിസിനസ്സൊക്കെ ഉണ്ട്. ഇപ്പോൾ അവളുടെ ആവശ്യം നീയാണ്. ചിലപ്പോൾ അമ്മുമോളെ അവരെന്തെങ്കിലും ചെയ്യുമോയെന്ന് ഒരു ഭയം. അതാണ് ഞാൻ നിന്നോട് ഇതേപ്പറ്റി സൂചിപ്പിച്ചത്. അങ്ങനെ അവർക്ക് എന്തെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിൽ ഈ സിദ്ധാർത്ഥ് ആരാണെന്ന് അവർ ശരിക്കും അറിയും. അച്ഛൻ പേടിക്കണ്ട. എന്നെ മറികടന്ന് ആരും അവളെ ഒന്ന് തൊടുക പോലും ചെയ്യില്ല. എനിക്കറിയാം. എന്നാലും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. അച്ഛനോട് പറഞ്ഞേക്കണം. അമ്മുമോൾ ഒന്ന് ശ്രദ്ധിക്കാൻ, കേട്ടല്ലോ?
ശരി അച്ഛാ, അവനോട് ഞാൻ പറഞ്ഞോളാം. അച്ഛൻ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. ശരി മോനെ, ഞാൻ പോയി കിടക്കട്ടെ. അയാൾ അവൻ്റെ തോളിൽ ഒന്ന് തട്ടി. എന്നിട്ട് അകത്തേക്ക് പോയി. സിത്തു അവിടെ നിന്ന നേരം എന്തോ ആലോചിച്ചതിന് ശേഷം ഫോണെടുത്ത് ആരെയോ വിളിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേൽപ്പിച്ചു. ശേഷം അവൻ കോൾ കട്ട് ചെയ്തു. എന്തോ മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ അവൻ അകത്തേക്ക് കയറിപ്പോയി. അങ്ങനെ നിശ്ചയ ദിവസം വന്നെത്തി. രാവിലെ തന്നെ അമ്മൂനെ ഒരുക്കാൻ ബ്യൂട്ടീഷ്യൻ വന്നു. സിത്തുവിൻ്റെയൊക്കെ തന്നെയുള്ള ഒരു റിസോർട്ടിൽ വെച്ചാണ് നിശ്ചയം. എല്ലാവരും ഇന്നലെ തന്നെ റിസോർട്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ഫംഗ്ഷൻ നടക്കുന്നത് കൊണ്ട് 3 ദിവസത്തേക്ക് പുറത്തുനിന്ന് ഒരു ബുക്കിംഗ് എടുക്കരുതെന്ന് സിത്തു നേരത്തെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം. ലാവണ്യം കുടുംബവും പൂർണ്ണ മനസ്സോടെ തന്നെ നിശ്ചയം കൂടാൻ എത്തിയിട്ടുണ്ട്. സിത്തു തന്നെ അവളെ പോയി കണ്ടു. അവളുടെ മനസ്സ് മാറ്റിയെടുത്തു. അവളുടെ ഉള്ളിൽ ഒരു അട്രാക്ഷൻ മാത്രമായിരുന്നുവെന്ന് അവൾക്ക് മനസ്സിലാവുകയും ചെയ്തു. സഹോദരിയുടെ സ്ഥാനത്ത് നിന്ന സിത്തിയുടെ കൂടെ എല്ലാം ചെയ്യാൻ അവളും ഉണ്ടായിരുന്നു. ആരുവും അമ്മുവുമായി കൂടുതൽ അടുക്കുകയും ചെയ്തു. ഒരുക്കം എല്ലാം കഴിഞ്ഞ് അമ്മുവിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ക്യാമറമാൻ വന്നു. എല്ലാവരുടെയും കൂടെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് കുറച്ച് സിംഗിൾസ് എടുക്കാൻ അവളെയും കൊണ്ട് പോയിരിക്കുകയാണ്. ഈ സമയം എങ്ങനെയെങ്കിലും തൻ്റെ ആമിയൊന്ന് കാണണമെന്ന് മാത്രമാണ് സിത്തുവിൻ്റെ മനസ്സ് നിറയെ. എന്നാൽ സഞ്ജുവും സിത്തിയും അവനെ വിടാതെ പിടിച്ച് ഫോട്ടോ എടുപ്പാണ്. ഏകദേശം മുഹൂർത്ത സമയമായപ്പോൾ എല്ലാവരും അവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന ഓപ്പൺ സ്റ്റേജിൻ്റെ അടുത്തേക്ക് പോയി. തികച്ചും ട്രഡീഷണൽ രീതിയിൽ മതിയെന്ന നിർബന്ധം സിത്തുവിനുണ്ടായിരുന്നു. 2 കുടുംബങ്ങളും മണ്ഡപത്തിലേക്ക് കയറി. മുഹൂർത്തമായപ്പോൾ സിത്തുവും അമ്മും കൂടി കൈകോർത്ത് മണ്ഡപത്തിലേക്ക് വന്നു. മിതമായ ഒരുക്കത്തിൽ നിൽക്കുന്ന ആമിയെ അവൻ അത്രയും പ്രണയത്തോടെ കൈകോർത്ത് പിടിച്ച് മണ്ഡപത്തിലേക്ക് കയറ്റി. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് 2 കുടുംബങ്ങളും ജാതകം കൈമാറി. സിത്തുവിൻ്റെ കുടുംബത്തിലെ കാരണവർ വന്ന് പത്രിക വായിച്ചു. വരുന്ന മീനത്തിൽ ഇരുവരുടെയും കല്യാണം നടത്തുമെന്നറിയിച്ചു. പിന്നെ മോതിരമാറൽ ചടങ്ങാണ്. സിത്തുവിൻ്റെ അച്ഛൻ കൊടുത്ത മോതിരം നിറഞ്ഞ മനസ്സോടെ അവൻ തൻ്റെ പെണ്ണിൻ്റെ കൈകളിൽ അണിയിച്ചു. അമ്മവും അച്ഛൻ്റെ കയ്യിൽ നിന്ന് മോതിരം വാങ്ങി തൻ്റെ പ്രാണൻ്റെ വിരലിൽ ആ മോതിരം ഇട്ടു. 2 കുടുംബങ്ങളും സന്തോഷത്തോടെ ആ കാഴ്ച നോക്കി നിന്നു. പിന്നെ അങ്ങോട്ട് കുടുംബക്കാർ ചേർന്ന് ഫോട്ടോ എടുപ്പുമൊക്കെയായിരുന്നു. കുറച്ച് കഴിഞ്ഞ് പിന്നെ ഡാൻസും മേളവും ഒക്കെയായി. അതും കഴിഞ്ഞ് എല്ലാവരും ആഹാരം കഴിക്കാൻ പോയി. വിഭവസമൃദ്ധമായ സദ്യയാണ് സിദ്ധു അറേഞ്ച് ചെയ്തത്. അങ്ങനെ ആ രാത്രി അവിടെ തന്നെ തങ്ങാനാണ് എല്ലാവരും തീരുമാനിച്ചത്. അങ്ങനെ ആ രാത്രി എല്ലാവരും കൂടി അവിടെയുള്ള ലേക്ക് വ്യൂ സൈഡിൽ ഇരിക്കുകയാണ്. അവിടെ വെച്ച് 2 കുടുംബക്കാരും കൂടി അച്ചുവിൻ്റെയും ആരുവിൻ്റെയും സഞ്ജയുടെയും സിദ്ധിയുടെയും വിവാഹം നടത്താനുള്ള തീരുമാനമെടുത്തിരുന്നു. ഇരുവരും നേരത്തെ തൊട്ട് ഇഷ്ടത്തിലായിരുന്നു. വാക്കാൽ പറഞ്ഞുറപ്പിച്ചതുമാണ്. അതുടനെ നടത്താൻ അവർ തീരുമാനിച്ചു. സിദ്ധിയുടെ പഠനം കഴിഞ്ഞ ശേഷം വിവാഹം നടത്താൻ തീരുമാനമായി. അവസാനം 2 വിവാഹവും സിത്തുവിൻ്റെയും അമ്മുവിൻ്റെയും കല്യാണം കഴിഞ്ഞിട്ട് നടത്താൻ ഒടുവിൽ അവർ തീരുമാനിച്ചു. പിന്നെയും അവർ ഓരോ കാര്യം പറഞ്ഞിരുന്നു. എന്നാൽ കോളേജ് സ്റ്റാഫ് ഗ്രൂപ്പിൽ വന്ന ഫോട്ടോ നോക്കിയിരിക്കുകയാണ് മീനു. അവളുടെ കണ്ണിൽ അമ്മുവിനെ ഇല്ലാതാക്കാനുള്ള പകയായിരുന്നു ആ സമയം. പിന്നെയും ദിവസങ്ങൾ കടന്നുപോയി. നാളെയാണ് എല്ലാവരും കാത്തിരുന്ന മുഹൂർത്തം, സിത്തുവിൻ്റെയും അവൻ്റെ ആമിയുടെയും വിവാഹം. ഇതിനിടയിൽ മീനു ഒരുപാട് ശ്രമിച്ചു, അമ്മുവിനെ അപായപ്പെടുത്താനും ഒക്കെ. പക്ഷേ സിത്തു അതിൽ നിന്നല്ല അവളെ രക്ഷിച്ചു. പക്ഷേ അമ്മുവിനെ അപായപ്പെടുത്താൻ വേണ്ടി അവളുടെ അമ്മാവൻ്റെ മകൻ ജിതേഷിനെ കൂട്ടുപിടിച്ചു. അവൻ്റെ ആവശ്യം മീനുവായിരുന്നു. അല്ലറ ചില്ലറ തല്ലുകേസുമായി നടക്കുന്ന ജിതേഷിനെ മീനുവിൻ്റെ വീട്ടുകാർക്കൊന്നും ഇഷ്ടമല്ലായിരുന്നു. കല്യാണം ആലോചിച്ച് ചെന്നപ്പോൾ രവി അവരെ അപമാനിച്ചാണ് വിട്ടത്. അവസരം കിട്ടിയപ്പോൾ അവൻ അത് നന്നായി മുതലാക്കി. അവൻ അവളെ സഹായിക്കാമെന്ന് സമ്മതിച്ചു. പക്ഷേ അവൻ്റെ ആവശ്യം അവൻ അറിയിച്ചു. ഒരു രാത്രി അവളെ വേണമെന്ന്. അവൻ്റെ ആവശ്യം അവൾ അത് സമ്മതിക്കുകയും ചെയ്തു. ഒരു ഹോട്ടൽ റൂമെടുത്ത് 2 പേരും ആ രാത്രി ആഘോഷിച്ചു. പക്ഷേ പിറ്റേ ദിവസം വാർത്തയായി. അനാശാസ്യത്തിന് പിടിയിലുമായി. രവിയുടെ മുഖം രക്ഷിക്കാൻ വേണ്ടി വാർത്ത ഒതുക്കി 2ൻ്റെയും കെട്ടങ്ങ് നടത്തി. എന്നാൽ ഇതിന് പിന്നിലുള്ള കറുത്ത കൈകൾ സിത്തുവിൻ്റെ ആണെന്ന് ആരും അറിഞ്ഞില്ല. ഹൽദിയോടൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് അത് നടത്തിയില്ല. അമ്മൂനിപ്പോഴേ സങ്കടമൊക്കെ ഉണ്ട്. എല്ലാവരെയും പിരിഞ്ഞു പോകണമെന്നോർത്ത്. രാത്രി എല്ലാവരോടും പറഞ്ഞവൾ എന്നിട്ട് നേരെ ആദിയുടെ റൂമിലേക്ക് പോയി. അവളുടെ വരവ് പ്രതീക്ഷിച്ചെന്ന പോലെ അവനും അവളെ കാത്തിരിപ്പുണ്ടായിരുന്നു. എന്താണ് എൻ്റെ കൊച്ചു പതിവില്ലാതെ ഇങ്ങോട്ട്?
അതെന്താ, എനിക്കിവിടേക്ക് വന്നൂടെ? ഇത് നല്ല കഥയായില്ലോ. അവൾ മുഖം വീർപ്പിച്ച് അവൻ്റെ അടുത്ത് വന്നിരുന്നു. എൻ്റെ പൊന്നോ, ഞാനൊന്നും പറഞ്ഞില്ല. ഒന്ന് കിടക്കാൻ നോക്ക്. നാളെ നേരത്തെ എണീക്കേണ്ടതാണ്. അത്രയും പറഞ്ഞ് അവളെ നെഞ്ചോട് ചേർത്തവൻ കിടന്നു. അവളും ഒന്നും മിണ്ടാതെ ഏട്ടൻ്റെ ചൂടേറ്റ് കിടന്നു. 2 പേരുടെ ഉള്ളിലും വിഷമമുണ്ടേലും അതൊന്നും തുറന്നു പറയാതെ അവൻ അവളെ ചേർത്ത് പിടിച്ചു കിടന്നു. അവളും അവനോട് ചേർന്ന് കിടന്നു. പിറ്റേ ദിവസം പുലർച്ചെ തന്നെ അമ്മു എഴുന്നേറ്റ് കുളിച്ച് അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വന്നു. അപ്പോഴേക്കും അവളെ ഒരുക്കാൻ ബ്യൂട്ടീഷ്യൻ എത്തി. അമ്പലത്തിൽ വെച്ച് കെട്ടായതുകൊണ്ട് സെറ്റും മുണ്ടുമായിരുന്നു അവൾ ആദ്യം കൊടുത്തത്. മിതമായ രീതിയിലായിരുന്നു അവൾ ഒരുങ്ങിയത്. കഴുത്തിലൊരു ലക്ഷ്മി മാലയും അതിൻ്റെ തന്നെ വളയും കമ്മലുമാണ് അവൾ ഇട്ടത്. ഒരുങ്ങി ഇറങ്ങി വരുന്ന അമ്മുവിനെ കാണേ അച്ഛൻ്റെ അമ്മയുടെയും സഹോദരൻ്റെയും ഒക്കെ ഹൃദയം സന്തോഷത്താൽ നിറഞ്ഞു. തങ്ങളുടെ രാജകുമാരി മൂവരും ഒരുപോലെ പൊതിഞ്ഞു പിടിച്ചു. എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങി അച്ഛൻ്റെയും ചേട്ടൻ്റെയും കൈപിടിച്ച് അവൾ ആ പടിയിറങ്ങി. അങ്ങനെ എല്ലാവരും ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. 10:30 മുഹൂർത്തം. സിത്തുവും കുടുംബവും നേരത്തെ തന്നെ എത്തിച്ചേർന്നു. സിത്തുവിൻ്റെ വേഷം കസവും മുണ്ടും മേൽമുണ്ടുമായിരുന്നു. അതിൽ കാണാൻ അവൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഏകദേശം 10 മിനിറ്റ് യാത്രയ്ക്കൊടുവിൽ അമ്മുവൊക്കെ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. മുഹൂർത്തമായത് സിത്തു അവൻ്റെ പ്രണയത്തെ സ്വന്തമാക്കി. നിറഞ്ഞ മനസ്സോടെ നന്ദച്ചൻ അമ്മുവിനെ സിത്തുവിൻ്റെ കൈപിടിച്ചു കൊടുത്തു. പിന്നെ അങ്ങോട്ട് ഫോട്ടോ എടുപ്പായിരുന്നു. അവരുടെ തന്നെ ആയിട്ടും കുടുംബക്കാർ ചേർന്നിട്ടും അങ്ങനെ ഒരുപാട് ഫോട്ടോസ് എടുത്തു. അവസാനം ഭക്ഷണം കഴിക്കാറായപ്പോഴാണ് ഫോട്ടോഗ്രാഫേഴ്സ് അവരെ വെറുതെ വിട്ടത്. വിഭവസമൃദ്ധമായ സദ്യ തന്നെയായിരുന്നു. 4 കൂട്ടം പായസം ചേർത്തൊരുക്കിയ സദ്യ. എല്ലാവരും സന്തോഷത്തോടെ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചു. ആഹാരം എല്ലാം കഴിച്ചു കഴിഞ്ഞ് അവരുടെ 2 പേരുടെയും മാത്രമായ ഫോട്ടോസ് എടുക്കാനായി പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെ വിളിക്കാനായി സിദ്ധി വന്നു. അവർക്ക് പോകാനുള്ള സമയമായി എന്ന് പറഞ്ഞു. സിദ്ധി അത് പറഞ്ഞതും ആമിക്ക് സങ്കടം വന്നു. ഇനി മുതൽ താൻ മറ്റൊരു വീട്ടിൽ. അതോർത്തതും അവളുടെ ഉള്ളിൽ ചെറിയൊരു സങ്കടം. എന്നാൽ അവളുടെ ഉള്ളിലെ വിഷമം മനസ്സിലായതും സിത്തു അവളെ ചേർത്ത് പിടിച്ച് അവരുടെ അടുത്തേക്ക് കൊണ്ടുപോയി. എല്ലാവരും സന്തോഷത്തോടെ അവളെ സിത്തുവിൻ്റെ കൂടെ പറഞ്ഞയച്ചു. അച്ഛനും ഏട്ടനും അമ്മയും അവരുടെ സങ്കടം പുറത്തു കാട്ടാതെ അവളെ യാത്രയാക്കി. ഏകദേശം 1/2 മണിക്കൂർ യാത്രയ്ക്കൊടുവിൽ അവർ മണിമംഗലം വീട്ടിലെത്തി. അവിടെ ആമിയെ സ്വീകരിക്കാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്. ജാനുമ്മ 2 പേരെ ആരതി ഒഴിഞ്ഞ് അത് കഴിഞ്ഞ് നിലവിളക്ക് ആമിയുടെ കയ്യിൽ കൊടുത്തു. വലതുകാൽ വെച്ച് അവൾ അവിടുത്തെ മരുമകൾ അല്ല മകളായിട്ട് കയറി. പിന്നങ്ങോട്ട് മധുരം കൊടുക്കൽ ചടങ്ങ്. അതും കൂടെ ആയപ്പോൾ ആമി വശം കേട്ടു. പെട്ടെന്ന് തന്നെ ചടങ്ങെല്ലാം കഴിഞ്ഞ് ജാനുമ്മ സിറ്റിയോട് പറഞ്ഞിട്ട് അവൾ ആമിയെ കൂട്ടി മുറിയിലേക്ക് പോയി. റിസപ്ഷനൊന്നും ഇല്ലായിരുന്നത് കൊണ്ട് ആമിക്കതൊരാശ്വാസമായി. രാത്രി ആഹാരം എല്ലാം കഴിഞ്ഞ് ജാനുമ്മ ആമിയുടെ കയ്യിൽ ഒരു ഗ്ലാസ് പാലെടുത്ത് കൊടുത്തു. അവളെ സിത്തിയുടെ കൂടെ അവൻ്റെ റൂമിലേക്ക് അയച്ചു. സിത്തു പ്രത്യേകം പറഞ്ഞിരുന്നു സെറ്റും മുണ്ടും ഒന്നും ഉടുപ്പിച്ചവളെ അയപ്പിക്കരുതെന്ന്. അതുകൊണ്ട് ആ പണിക്ക് ആരും നിന്നില്ല. അപ്പോൾ ഏട്ടത്തി, ഓൾ ദി ബെസ്റ്റ്. അതും പറഞ്ഞ് ആമിയുടെ കവളിലൊരു ഉമ്മയും കൊടുത്ത് ഒരു മൂളിപ്പാട്ടൊക്കെ പാടിക്കൊണ്ട് പെണ്ണ് റൂമിലേക്ക് പോയി. അവളൊരു ചിരിയോടെ പോകുന്നത് നോക്കി റൂമിലേക്ക് കയറി ഡോർ ലോക്ക് ചെയ്തു. തിരിഞ്ഞ് അവൾ വന്നതും അതേ സമയമാണ് സിത്തു ബാൽക്കണിയിൽ നിന്ന് അകത്തേക്ക് കയറി വന്നത്. അവനെ കണ്ടതും അവൾ ഭംഗിയായി ഒന്ന് പുഞ്ചിരിച്ചു. സിത്തു ഒരു നിമിഷം അവളുടെ പുഞ്ചിരിയിലേക്ക് നോക്കി നിന്നു. പിന്നെ പതിയെ അവളുടെ അടുത്തേക്ക് ചുവട് വെച്ചു. ഇന്നേട്ട പാല്. അവൻ അടുത്തേക്ക് വന്നതും അവൾ ഒരു ചിരിയോടെ അവൻ്റെ നേർക്ക് പാല് നീട്ടി. അവനത് വാങ്ങിച്ചു പകുതി കുടിച്ചു. അതിനുശേഷം ബാക്കി ആമിക്ക് കൊടുത്തു. അവൻ കൊടുത്തതും അവൾ മുഴുവൻ കുടിച്ചു. അവൾ കുടിച്ചു തീർത്തതും അവൻ ഗ്ലാസ് അവിടെയുള്ള ടേബിളിലായി വെച്ചു. പതിയെ അവളെയും കൊണ്ട് ഹെഡ് റെസ്റ്റിൽ ചാരിയിരുന്നു. അവൻ്റെ നെഞ്ചിലേക്ക് അവളെ ചേർത്ത് പിടിച്ചു. ആമി, നിനക്കറിയണ്ടേ എൻ്റെ വർഷങ്ങളായിട്ടുള്ള പ്രണയം? അവൻ ആർദ്രമായി അവളോട് ചോദിച്ചതും അവൾ പതിയെ അവൻ്റെ നെഞ്ചോട് ചേർന്ന് അത് കേൾക്കാൻ തയ്യാറായതുപോലെയിരുന്നു. അവൻ പറഞ്ഞു തുടങ്ങി അവൻ്റെ പ്രണയമായ ആമിയെക്കുറിച്ച്. ഞാൻ നിന്നെ ആദ്യമായി കാണുന്നത് കോളേജിൽ വെച്ചാണ്. അന്നൊരു ഫംഗ്ഷനായി ബന്ധപ്പെട്ട് അവിടെ വന്നതാണ്. എന്നാൽ എൻ്റെ കണ്ണ് ആദ്യം പതിച്ചത് നിൻ്റെ മുഖത്തേക്കാണ്.
എന്തോ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന നിന്നെ ഞാൻ കണ്ണെടുക്കാതെ നോക്കി നിന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത് എന്താണെന്ന് എനിക്ക് പോലും അറിയില്ല. അന്ന് അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ പിന്നെ അങ്ങോട്ടുള്ള ഓരോ ദിവസവും നീ എൻ്റെ ഉറക്കം കളഞ്ഞു. പിന്നെ നിന്നെക്കുറിച്ച് അന്വേഷിക്കാമെന്ന് വെച്ചപ്പോൾ അതിനും സാധിച്ചില്ല. അന്ന് വന്നവരുടെ ലിസ്റ്റൊന്നും അവരുടെ കയ്യിലില്ലാത്തതുകൊണ്ട് ആ വഴിയും അടഞ്ഞു. പിന്നെ പല രീതിയിൽ ഞാൻ തിരക്കിയെങ്കിലും എനിക്ക് നിന്നെ കണ്ടെത്താനായില്ല. ഒടുവിൽ നിന്നെ കാണാൻ അത്രയും സമയമെടുത്തു. നീ എന്നിൽ ഒരു ഭ്രാന്തായി പടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് നന്ദച്ചൻ്റെ വീട്ടിൽ നിന്നെ കണ്ടപ്പോൾ ശരിക്കും എനിക്ക് എന്താണ് പറയേണ്ടതെന്നറിയില്ല. ഞാൻ അത്രയും നാൾ കാത്തിരുന്ന മുഖം എൻ്റെ കൺമുമ്പിൽ. ശരിക്കും അന്ന് എൻ്റെ സന്തോഷം ഞാൻ അടക്കി നിർത്തിയത് എങ്ങനെയാണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അത്രയ്ക്കും നീ എൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞിരുന്നു. അവൻ പറഞ്ഞു കഴിഞ്ഞതും അവൾ അവനെ ഇറുക്കിപ്പുണർന്നു. അവളുടെ മനസ്സ് സന്തോഷം കൊണ്ട് തുടികൊട്ടുകയാണ്. തൻ്റെ പ്രാണൻ്റെ വാക്കുകൾ ഒരേ സമയം അവളിൽ സന്തോഷവും സങ്കടവും ഉണ്ടാക്കി. ആമി, എനിക്കിനി കാത്തിരിക്കാൻ വയ്യ. സ്വന്തമാക്കിക്കോട്ടെ നിന്നെ ഞാൻ. അവൻ അവളോട് ആർദ്രമായി ചോദിച്ചതും അവൾ അവൻ്റെ നെഞ്ചിൽ അവളുടെ ചുണ്ടമർത്തി തൻ്റെ സമ്മതം അറിയിച്ചു. പതിയെ സിത്തു അവളെ കൊണ്ട് ബെഡിലേക്ക് മറിഞ്ഞു. അവൻ അവളുടെ മുഖം മുഴുവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടി. അവിടെ നിന്ന് അവൻ്റെ ചുംബനം അവളുടെ അധരങ്ങളിൽ എത്തി നിന്നു. ആവശ്യത്തോടെ അവൻ അവളുടെ ചുണ്ടുകൾ നുണഞ്ഞു. സമയം നീങ്ങുന്നതനുസരിച്ച് അവൻ്റെ ചുംബന തീവ്രത കൂടി വന്നു. പിന്നെ അവൻ്റെ ചുണ്ടുകൾ അവിടെ നിന്ന് അവളുടെ കഴുത്തിലേക്കും പിന്നെ മാറിടുക്കിലേക്കുമായി. അവിടെ നിന്ന് വസ്ത്രങ്ങൾ അകന്നുകൊണ്ടിരുന്നു. അവൻ്റെ ഓരോ ചുംബനത്തിലും അവളുടെ ശരീരം തളർന്നു. ഒടുവിൽ അവൻ അവളിലേക്ക് പതിയെ പ്രവേശിച്ചു. എന്നാൽ പെട്ടെന്ന് അവളിലൊരു വേദന അനുഭവപ്പെട്ടു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു, ചുണ്ടുകൾ വിതുമ്പി. സിത്തു പെട്ടെന്ന് തന്നെ അവളുടെ അധരം കവർന്ന് പതിയെ അവളിൽ ചലിച്ചു തുടങ്ങി. സമയം നീങ്ങുന്നതനുസരിച്ച് അവൻ പതിയെ വേഗത കൂട്ടി. അവളിൽ നിന്ന് വേദന മാറി സുഖമുള്ള ഒരു അനുഭവം ഉടലെടുത്തു. അവൻ ഒരു മഴ പോലെ അവളിൽ പെയ്തു. ഒടുവിലൊരു കിതപ്പോടെ അവൻ അവളുടെ മാറിലേക്ക് വീഴുമ്പോൾ അവളും കൂടുതൽ അവനെ ചേർത്ത് പിടിച്ചു. കുറച്ചു കഴിഞ്ഞതും സിത്തു ഉയർന്നു വന്ന് അവളുടെ മൂർത്താവിൽ ചുംബിച്ചുകൊണ്ട് അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. അപ്പോഴും ഇരുവരുടെയും ചൊടിയിൽ മനോഹരമായ പുഞ്ചിരി വിരിഞ്ഞു. തൻ്റെ പ്രണയം എല്ലാ അർത്ഥത്തിലും സ്വന്തമായല്ലോ എന്നോർത്ത് അവരുടെ മനസ്സ് നിറഞ്ഞു.